സോഹോ സിയാറത്തിന്റെ പുതിയൊരു സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അമൽദേവ് ലൽകുമാർ. ഈ ഒരു സെക്ഷനിലൂടെ സോഹോ സിയാറത്തിലെ ഹോം പേജിനെ കുറിച്ചിട്ടായിരിക്കും നമ്മൾ സംസാരിക്കുക. അതുപോലെ തന്നെ പ്രീവിയസ് സെക്ഷനിൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നത് സോഹോ സിയാറത്തിലെ അനലിറ്റിക്സ് മൊഡ്യൂളിനെ കുറിച്ചിട്ടൊരു ഡീറ്റെയിൽഡ് വീഡിയോ. തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. ദെൻ നമുക്ക് സെക്ഷനിലേക്ക് കിടക്കാം. പ്രീവിയസ് സെക്ഷനിലെ അനലിറ്റിക്സ് മൊഡ്യൂൾ എന്ന് പറയുന്ന ആ ഒരു കംപ്ലീറ്റ് വോക്ക് ത്രൂ ആയിരുന്നു തന്നിരുന്നത്. അവിടെ എങ്ങനെ കോമ്പണന്റ് ബിൽഡ് ചെയ്യാന്നുള്ളത് മാത്രം നമ്മൾ സംസാരിച്ചിരുന്നു. സോ ഈ ഒരു സെക്ഷനിലായിരിക്കും നമ്മൾ ഒരു കോമ്പണന്റ് ബിൽഡ് ചെയ്യുന്നതും ആ കോമ്പണന്റ് എങ്ങനെ നമുക്ക് ഹോം പേജിലേക്ക് കൊണ്ടുവരാം, ശേഷം നമുക്ക് എങ്ങനെ ആ ഹോം പേജ് കസ്റ്റമൈസ് ചെയ്യാം, റീഅറേഞ്ച് ചെയ്യാം എന്നുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. നിങ്ങൾ അനലിറ്റിക്സ് മൊഡ്യൂളിലേക്ക് പോവുക, വേർ വി വിൽ ബി ട്രാക്കിംഗ് ഓൾ അവർ പെർഫോമൻസ് ഓഫ് അവർ ഓൺ സോസിയർ. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെ കുറച്ച് കോമ്പണൻസ് ഞാൻ ഓൾറെഡി ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ട്രയൽ അക്കൗണ്ടിലെയോ അല്ലെങ്കിൽ ഒരു ബേസിക് അക്കൗണ്ടിൽ നിന്നോ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ വളരെ കുറച്ച് കോമ്പണൻസ് മാത്രമേ നിങ്ങൾക്ക് കാണൂ. അഡീഷണലി ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാം കസ്റ്റം ആയിട്ട് ഞാൻ ഈ ഒരു സെക്ഷന് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്തതാണ്. ഓക്കെ, ഇനി കോമ്പണന്റ് ബിൽഡ് ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് മൊഡ്യൂളിന് അഗെയിൻസ്റ്റ് ആയിട്ടാണോ അല്ലെങ്കിൽ ഏത് മൊഡ്യൂളിന്റെ സ്പെസിഫിക് മൊഡ്യൂളിന്റെ പെർഫോമൻസ് അറിയാനുള്ള ഒരു കോമ്പണന്റ് ആണോ ബിൽഡ് ചെയ്യേണ്ടത്, അതിനായിട്ട് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ലീഡ്സിന്റെ ആണെങ്കിൽ ലീഡ്സ്, ഡീൽസിന്റെ ആണെങ്കിൽ അതിന് അഗെയിൻസ്റ്റ് പോയിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. മാർക്കറ്റിംഗിന്റെ റിലേറ്റഡ് ആയിട്ടാണെങ്കിൽ അത്, സെയിൽസ് ട്രെൻഡ് ആണ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച്. സോ ഓരോന്നിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. സോ നമുക്ക് ഇവിടെ ഡീൽസിന് അഗെയിൻസ്റ്റ് ആയിട്ട് കുറച്ച് കോമ്പണൻസ് ബിൽഡ് ചെയ്യാം. ഡീൽസ് മൊഡ്യൂളിലെ പെർഫോമൻസ് ട്രാക്ക് ചെയ്യാം. സോ ഇത്രയേ ഉള്ളൂ. കോമ്പണന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് റൈറ്റ് സൈഡ് ടോപ്പിലായിട്ട് ആഡ് കോമ്പണന്റ് എന്നൊരു ബട്ടൺ ഉണ്ട്, ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഇത്രയും അധികം ഓപ്ഷൻസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. എന്ത് തരം കോമ്പണന്റ് ആണ് നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നത്. ചാർട്ട് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ദെൻ യു ക്യാൻ ഗോ വിത്ത് ചാർട്ട്സ്. അതർവൈസ് KPIs ആണ് നിങ്ങൾക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പ്രിപ്പയർ ചെയ്യാം. പിന്നെ കമ്പാരേറ്റർ, നിങ്ങളെ കമ്പയർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കോമ്പണന്റ് ആണ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്, ദെൻ അനോമലി ഡിറ്റക്ടർ, ടാർഗറ്റ് മീറ്റർ, ഫണൽ, കൊഹോർട്ട്, ക്വാഡ്രന്റ്, സോൺ, സ്റ്റേജ്, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറെ ഓപ്ഷൻസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. സോ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സോ ഈ ഒരു സെക്ഷന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കോമ്പണന്റ് ആയിട്ട് ബിൽഡ് ചെയ്യുക. ഒന്ന് ഒരു ചാർട്ട് ബിൽഡ് ചെയ്ത് കാണിക്കും, ദെൻ ഒരു KPI ബിൽഡ് ചെയ്ത് കാണിക്കും. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ഒരു ചാർട്ട് ബിൽഡ് ചെയ്യാം. സോ ചാർട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്ലെയിൻ ടേബിൾ ആയിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റും ഒരു കോമ്പണന്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു പിക്ടോറിക്കൽ ഗ്രാഫ് ആയിട്ടും നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. സോ കാണിച്ചു തരാം. ഞാനിവിടെ ഓൾ ഡീൽസ് ബൈ സ്റ്റേജ് എന്ന് ഞാൻ ചൂസ് ചെയ്യുകയാണ്. ദെൻ ആ മൊഡ്യൂൾ ഏതാണ് ആ മൊഡ്യൂൾ ചൂസ് ചെയ്യുന്നു. കൗണ്ട് ആണ് നമുക്ക് ടോട്ടൽ വേണ്ടത്. ദെൻ ഗ്രൂപ്പ് ചെയ്യേണ്ടത് എന്തിനു വെച്ചിട്ടാണ്. ഓക്കെ, സോ ആ ഡീൽസ് മൊഡ്യൂളിലുള്ള എല്ലാ ഫീൽഡ്സും ആയിരിക്കും ഈ കാണിക്കുന്നത്. നമുക്ക് സ്റ്റേജ് ആണ് വേണ്ടത്, സ്റ്റേജ് ചൂസ് ചെയ്യാം. സോ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ഒരു പ്രിവ്യൂ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന കോളം ചാർട്ട് എന്നുള്ളൊരു വ്യൂ ആണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ ഡ്രോപ്പ് ഡൗൺ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡോണറ്റ് ചാർട്ട്, പൈ ചാർട്ട്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചാർട്ട് നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാം. ടേബിൾ ചാർട്ട് ഉണ്ട്, ദെൻ ഫണൽ ചാർട്ട് ഉണ്ട്. സോ ഞാൻ ഫണൽ ചാർട്ട് ചൂസ് ചെയ്യാം. ദെൻ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ സേവ് ചെയ്യും. സോ നമുക്ക് ടോട്ടൽ ഡീൽസും ഓരോ ഡീൽസും ഏതൊക്കെ സ്റ്റേജിൽ നിൽക്കുന്നു അതിന്റെ ടോട്ടൽ കൗണ്ട് ഈ ഒരു പിക്ടോറിക്കൽ ഗ്രാഫിലൂടെ എനിക്ക് ഈസിലി അറിയാൻ പറ്റും. ഇനി നമുക്ക് സെക്കൻഡ് കോമ്പണന്റ് ബിൽഡ് ചെയ്യാം, വിച്ച് ഈസ് ഒരു KPI നമുക്ക് ബിൽഡ് ചെയ്യാം. KPI ബിൽഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഈ ഓരോ ഓപ്ഷൻസിന്റെ ഒരു ഗുണങ്ങൾ, ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ, സോ ഫോർ എക്സാമ്പിൾ ഈ ഒരു കേസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ, ഒരു പ്രിവ്യൂ നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ ലീഡ് സോഴ്സിൽ നിന്ന് കിട്ടിയിരിക്കും. ഓരോ ലീഡ് സോഴ്സിൽ നിന്നുള്ള റവന്യൂ എത്രയാണെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആ ഒരു കേസിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വ്യൂ യൂസ് ചെയ്യാം. ഇനി വേറൊരു എക്സാമ്പിൾ പറയാനാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സോസിയറത്തിന്റെ അണ്ടറിലുള്ള ഓരോ യൂസേഴ്സും എത്ര ലീഡ്സ് ജനറേറ്റ് ചെയ്തു അല്ലെങ്കിൽ എത്ര ഡീൽസ് ജനറേറ്റ് ചെയ്തു എന്നുള്ളൊരു കൗണ്ടും അങ്ങനെയുള്ള അവരുടെ പെർഫോമൻസ് ട്രാക്ക് ചെയ്യാനും ഇവിടെ പറ്റും. ഓക്കെ, സോ അത് ദെൻ ഇവിടെ വരുന്നത് ജസ്റ്റ് ഒരു പ്ലെയിൻ കൗണ്ട് നിങ്ങൾക്ക് എടുക്കാൻ, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ഒരു ടോട്ടൽ സം, മാക്സിമം, ആവറേജ്, ഇങ്ങനെയുള്ള ഒരു കേസിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ബേസിക് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള KPIs നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സോ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ സ്റ്റാൻഡേർഡ് KPI ചൂസ് ചെയ്യുന്നു. ദെൻ ഓൾ ഡീൽസ് ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോമ്പണന്റ് പേര് ഞാൻ കൊടുത്തു, മൊഡ്യൂൾ ഞാൻ ചൂസ് ചെയ്തു, കൗണ്ട് ആണ് എനിക്ക് വേണ്ടത്, ഡ്യൂറേഷൻ ഞാൻ ക്രിയേറ്റഡ് ടൈം വെച്ചു, ദെൻ ഈ ഇയറിലെയാണ് എനിക്ക് കൗണ്ട് അറിയേണ്ടത്. ഓക്കെ, ദെൻ ഞാൻ സേവ് ചെയ്യുന്നു. എന്താ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയറുമായിട്ട് കമ്പയർ ചെയ്തിട്ടായിരിക്കും കാണിക്കുക. സോ ഇത് ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തൊരു കോമ്പണന്റ് ആണ്, വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, സോ ഓൾ ഡീൽസ് 2 എന്നാണ് നമ്മുടെ കോമ്പണന്റിന്റെ പേര്. KPI ആണ്, 100% ഗ്രോത്ത് ആണ്. റീസൺ വൈ
പ്രീവിയസ് ഇയറിൽ ഇതേ സമയത്ത് ഒരു ഡീൽസും ഈ ഒരു സോഹോ സിആർഎത്തിൽ ഡീൽസ് മോഡുകൾ അഗേൻസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ആയിട്ടില്ല. സോ അതുകൊണ്ടാണ്. സോ നമ്മൾ 2 കോമ്പണന്റ് ബിൽഡ് ചെയ്തു. ഇനി നമുക്ക് എങ്ങനെ ഇത് ഹോം പേജിലേക്ക് കൊണ്ടുവരാം എന്നുള്ളത് കാണിക്കാം. നേരെ ഹോം പേജിലേക്ക് പോവുക. സോ നമുക്ക് വേണ്ട കോമ്പണന്റ്സ് എല്ലാം ബിൽഡ് ചെയ്ത് കഴിയുമെന്ന് ഉറപ്പ് വരുത്തിയെങ്കിൽ ഹോം പേജിലേക്ക് പോവുക. ശേഷം 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക, ആഡ് കോമ്പണന്റ് കൊടുക്കുക. അതിനുശേഷം ഡാഷ്ബോർഡ് നമ്മൾ അനലിറ്റിക്സ് മോഡ്യൂളിൽ അഗെയിൻസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ കോമ്പണന്റ്സും ഫോൾഡർ വൈസ് ഉള്ള ഒരു ഏരിയ ആയിരിക്കും. ഓക്കെ, നമുക്കറിയാം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡീൽ ഇൻസൈറ്റ്സിന്റെ അഗെയിൻസ്റ്റ് ആണ്. ചൂസ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത എല്ലാ കോമ്പണന്റ്സും കാണും. സ്ക്രോൾ ഡൗൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മൾ ഓൾ ഡീൽ സ്റ്റോർ എന്ന് ക്രിയേറ്റ് ചെയ്തതും ദെൻ ഓൾ ഡീൽസ് പേജ്. ഇത് രണ്ടുമായിരുന്നു നമ്മൾ ഇപ്പോൾ ഈ സെക്ഷന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, എങ്ങനെ ചൂസ് ചെയ്യുക എന്നുള്ളത് വളരെ ഈസിയാണ്. ഞാൻ ജസ്റ്റ് ഈ ഒരു സെക്ഷൻ ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ കുറേ സ്പേസ് നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി ഫ്രീ ആയിട്ടുണ്ട്. ആ സ്പേസിലേക്ക് നമുക്കിത് ഫിൽ ചെയ്യാം. ഓൾ ഡീൽസ് ക്ലിക്ക് ചെയ്യാം. സോ ആ ഒരു സ്പേസിലേക്ക് ഓട്ടോമാറ്റിക്കലി അത് വന്നു. ദെൻ നെക്സ്റ്റ് ഉള്ളത് ഓൾ ഡീൽസ് ബൈ സ്റ്റേജ്. അത് ഈ ഒരു സെക്ഷനിലേക്ക് വന്നു. റീസൺ വൈ ഈ കോമ്പണന്റ് കുറച്ച് വലുതാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. വിച്ച് ഈസ് ലൈക്ക് ദിസ്. സോ ഈ ഒരു കോമ്പണന്റ് എനിക്ക് വേണ്ട എന്ന് വെച്ച് ഞാനത് ഡിലീറ്റ് ചെയ്യുന്നു. ദെൻ നമുക്ക് ഓരോ കോമ്പണന്റ്സും ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് അറേഞ്ച് ചെയ്യാം വളരെ ഈസി ആയിട്ട്. ദെൻ അവരെ എക്സ്പാൻഡ് ചെയ്യാനും പറ്റും ഇതുപോലെ. ഞാൻ വളരെ ഈസി ആയിട്ട് ഈ ഒരു ഫണലിന്റെ ഈ ഒരു കോമ്പണന്റ് ഞാനത് പ്ലേസ് ചെയ്തു, അറേഞ്ച് ചെയ്തു. ദെൻ ആ വ്യൂന്ന് കുറച്ച് എക്സ്പാൻഡ് ചെയ്തു, കുറച്ച് വലുതാക്കി. ഇനി എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഇനി തിരിച്ചെനിക്ക് മുകളിലേക്ക് കൊണ്ടുപോകണേ അങ്ങനെയും ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് എനിക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ഓക്കെ, ഓക്കെ, നമ്മൾ പ്ലേസ് ചെയ്തു, കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ദെൻ ഈ ഒരു കോമ്പണന്റ് ഈ ഒരു സ്പേസിലേക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. കോമ്പണന്റ് ചൂസ് ചെയ്യുക. ദെൻ ഇതിന്റെ സൈസ് കുറച്ച് കുറയ്ക്കാം. സി, അത് ആ സ്പേസിലേക്ക് അഡ്ജസ്റ്റ് ആയി. ദെൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യുന്ന ഉറപ്പായ സേവ് ചെയ്യുക. ഇനി നമ്മുടെ ഹോം പേജ് നോക്കുകയാണെങ്കിൽ സി, നമ്മൾ ഏറ്റവും റീസെന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ആ ഒരു പിക്ടോറിക്കൽ ഗ്രാഫ് അല്ലെങ്കിൽ ഒരു ഫണൽ ചാർട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ദെൻ ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഓൾ ഡീൽസും റിയൽ ടൈമിലുള്ള ഒരു കൗണ്ടും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, സോ ഈ ഇത്രയും 4 റെക്കോർഡ്സ് ഏതാണെന്ന് അറിയാനായിട്ട് ഈ കൗണ്ടിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. പുതിയൊരു വിൻഡോയിൽ അത്രയും റെക്കോർഡ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് 4 റെക്കോർഡ്സ്. സോ ഈ സെക്ഷനിൽ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഈ കംപ്ലീറ്റ് സെക്ഷൻ വളരെയധികം ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.